ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ അവിടുന്ന് വിള്ളലുണ്ടാക്കുന്നത് ലഹരിയാണ്. കുടുംബ ബന്ധങ്ങളെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പുല്ല് വില പോലും കൊടുക്കാതെ ബോധമില്ലാതെ തകർത്തെറിയുന്നത് ലഹരിയാണ്. ആ ലഹരി എന്ന് പറയുന്ന കള്ളെന്ന് പറയുന്ന കഞ്ചാവ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ലഹരിയല്ലേ, ആ ലഹരിയെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവിടുന്ന് ഹറാമാക്കാൻ ഒരു കാരണമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ ആവിർഭാവത്തില് അവിടുന്ന് മദ്യനിരോധനം അവിടുന്ന് നടപ്പാക്കിയിട്ടില്ല. സമ്പൂർണമായ മദ്യനിരോധനം അവിടുന്ന് നടപ്പാക്കിയിട്ടില്ല. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മദ്യം അവിടുന്ന് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. ആ ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ടവരെ ബദറിന്റെ യുദ്ധം നടന്ന സമയത്ത് വരെ ഉണ്ടായിരുന്നു. ആ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വരെ അതാ സ്വഹാബത്തിൽപ്പെട്ട ചിലർ അവിടുന്ന് മദ്യപിച്ചിരുന്നു. അവരറിഞ്ഞുകൊണ്ട് മദ്യപിച്ചതല്ല, അന്ന് മദ്യത്തെ പരിപൂർണമായും ഹറാമാക്കിയിട്ടില്ല. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പോലും ആ പരിശുദ്ധമായ ദീൻ അവിടുന്ന് സമ്പൂർണമായി മദ്യനിരോധനം നടത്താത്തതിന്റെ പേരില് ബദറിന്റെ യുദ്ധം കഴിഞ്ഞിട്ട് വരെ അവിടുന്ന് മദ്യപിച്ചതായ രേഖകൾ ഉണ്ടായല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീൻ അവിടുന്ന് പരിപൂർണമായും മദ്യം അവിടുന്ന് നടപ്പാക്കിയ, മദ്യനിരോധനം നടപ്പാക്കിയ ഒരു ദുആയുണ്ട്, ഒരു പ്രതിരോധമുണ്ട്. ആരുടെ പ്രതിരോധമെന്നറിയോ? ഒരിക്കലതാ ഒരു സ്വഹാബി അവിടുന്ന് മറ്റൊരു സ്വഹാബിയുടെ ചാരത്ത് കടന്നു പോവുകയാ. ഒരു കൂട്ടം സ്വഹാബികൾ മറ്റൊരു കൂട്ടം സ്വഹാബികളുടെ ചാരത്തേക്ക് കടന്നു പോവുകയാ. എന്നിട്ടൊരു വലിയ ഒരു സദ്യ അവിടെ ഒരുക്കുകയാണ്. യാ അല്ലാഹ്, സദ്യയിൽ അവിടുന്ന് മദ്യം അവിടുന്ന് വിളമ്പുകയാണ്. അവരറിഞ്ഞുകൊണ്ട് മദ്യം കുടിച്ചതല്ല, ഹറാമാക്കിയതിനു ശേഷം മദ്യം കുടിച്ചതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹറാമാക്കുന്നതിന് മുന്നേ, മദ്യം അവിടുന്ന് ഹറാമാക്കുന്നതിന് മുന്നേ എന്റെ പ്രിയപ്പെട്ടവരെ അവര് മദ്യം വിളമ്പുകയാണ്. അങ്ങനെ അവര് മദ്യം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോ അവരവരുടെ മാതാപിതാക്കളുടെ കബീലകളുടെ കുടുംബ മഹിമകൾ അവിടുന്ന് പാടാൻ തുടങ്ങി. അങ്ങനെ പാടി പാടി ഹത്താ ഇഫ്തഖർനാ, സ്വഹാബി അവിടുന്ന് ഹദീസിൽ കാണാം, സ്വഹാബാക്കൾ അങ്ങനെ അവരുടെ മാതാപിതാക്കളുടെ പിതാക്കന്മാരുടെ ശ്രേഷ്ഠത പറയുകയാണ്. അങ്ങനെ രണ്ട് സ്വഹാബാക്കൾ പരസ്പരം അവിടുന്ന് തർക്കമാവുകയാണ്. അവരുടെ ഉപ്പാന്റെ മഹത്വം പറയുകയാണ്, അവരുടെ തറവാട്ട് മഹത്വം അവിടുന്ന് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരവിടുന്ന് തർക്കമാവുകയാണ്. അവസാനമല്ലാ മദ്യം അവിടുന്ന് തിരക്ക് പിടിച്ചിട്ട് ഒരു സ്വഹാബി മറ്റൊരു സ്വഹാബിയുടെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ താടിയെല്ലിലേക്ക് ഒരു ഒട്ടകത്തിന്റെ എല്ലെടുത്ത് ആഞ്ഞടിക്കുകയാണ്. പടച്ചറബ്ബേ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ താടിയെല്ല് പൊട്ടുകയാണ്, കവിൾത്തടങ്ങൾ പൊട്ടുകയാണ്, ചോര അവിടുന്ന് ഒലിച്ചിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ സമയത്ത് ഈ അക്രമം കണ്ടുകൊണ്ട് ഏറ്റവും വലിയ സാഹോദര്യത്തിന്റെ ഉത്തുംഗതയിലേക്ക് പാറിപ്പറന്നു പോയ സ്വഹാബത്തിന്റെ ഇടയിൽ സമ്പൂർണമായ മദ്യനിരോധനം കടന്നു വരുന്നതിന് മുമ്പ് അവര് മദ്യപിച്ചതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സഹോദരങ്ങൾക്കിടയിൽ അവിടുന്ന് ഭിന്നിപ്പ് വന്നപ്പോ, അക്രമം കടന്നു വന്നപ്പോ, അല്ലാഹുവേ വെറുപ്പ് കടന്നു വന്നപ്പോ, ആ സമയത്ത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആകാശ ലോകത്തേക്ക് അവിടുന്ന് മനസ്സ് അവിടുന്ന് വിങ്ങിപ്പൊട്ടിക്കിട്ട് പടച്ചവന്റെ ദർബാറിലേക്ക് അവിടുന്ന് കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ. പടച്ചവനെ ഇനി യഥാ മിണ്ടാതിരുന്നാലേ കഴിയില്ല. പടച്ചവനെ ഈ മദ്യം അവിടുന്ന് നിരോധിക്കണം തമ്പുരാനെ. ഈ മദ്യത്തിന്റെ പേരിൽ പടച്ചവനെ നീ ഒരു വിധി അവിടുന്ന് പരിപൂർണമായും കൽപ്പിക്കണം. പടച്ചവനെ നീ ഒരു തീരുമാനമുണ്ടാക്കണം. പടച്ചവനെ, പടച്ചവനെ അതാ സഹോദരങ്ങൾ പോലും അവിടുന്ന് തമ്മിലടിക്കുകയാണ്. പടച്ചവനെ അതാ ഒരു സ്വഹാബിയുടെ താടിയെല്ലാം അവിടുന്ന് പൊട്ടിയിരിക്കുകയാണ്. ഈ കള്ളിന്റെ വിഷയത്തിൽ നീ ഒരു ബയാനന ശാഫിയ, ഒരു തീരുമാനം, വ്യക്തമായ തീരുമാനം
തീരുമാനം നീ ഇറക്കണം പടച്ചവനെ. ആ സമയത്താണല്ലാ പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടം വിയർക്കുകയാണ്. ഏഴാം ആകാശത്ത് നിന്നുകൊണ്ട് വഹീന്റെ ദിവ്യ പ്രകാശവുമായിട്ട് മഹാനായ റൂഹുൽ അമീൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് പുന്നാര നബിക്ക് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോതി കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് തീരുമാനം വരികയാണ്. ആരുടേതായ തീരുമാനത്തിനോട് യോജിച്ചുകൊണ്ടാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കിസ്റയും കൈസറും കണ്ടാൽ അവിടുന്ന് കിടുകിടാ വിറയ്ക്കുന്നവരായ മഹാനായ ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായ 20ഓളം രാജ്യങ്ങളുടെ ഖലീഫയായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് അവിടുന്ന് ആയത്തിറങ്ങുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെയും റസൂലിനെയും അവിടുന്ന് വഴിപ്പെടുന്നവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശറഈന്റെ നിയമം അനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്നവരെ, ഇന്നമൽ ഖംറു, കള്ളുണ്ടല്ലോ, വൽ മൈസുർ, ചൂതാട്ടമുണ്ടല്ലോ, വൽ അൻസ്വാബ്, വിഗ്രഹാരാധനയുണ്ടല്ലോ, വൽ അസ്ലാബ്, ശകുനം നോക്കലുണ്ടല്ലോ, അമ്പുകൾ വെച്ചുകൊണ്ട് ശകുനം നോക്കലുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിൽ അവിടുന്ന് അമ്പുകൾ വെച്ചുകൊണ്ട് അവിടുന്ന് ശകുനം നോക്കലുണ്ടായിരുന്നു. അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ജ്യോതിഷം നോക്കലുണ്ടായിരുന്നു. ഈ 4 കാര്യങ്ങളും അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ദുആക്ക് പ്രതിഫലമായിട്ട് പടച്ചവന് പറയുകയാണ്, റിജ്സും മിൻ അമലി ശൈത്വാൻ, അത് ശൈത്താന്റെ വേസ്റ്റ് ആണ്. നിങ്ങൾ കുടിക്കുന്ന, ചുണ്ടിൽ വെച്ച് കുടിക്കുന്ന മദ്യമുണ്ടല്ലോ, കള്ളുണ്ടല്ലോ, കഞ്ചാവുണ്ടല്ലോ, മയക്കുമരുന്നുണ്ടല്ലോ, ഇത് മുഴുവനും ലഹരി തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവനും പിശാചിന്റെ വേസ്റ്റാണ്. അവന്റെ മാലിന്യമാണ്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ മുഴുവനും തകരുകയാണ്. അക്രമങ്ങൾ വളരുകയാണ്. അനാചാരങ്ങൾ വളരുകയാണ്. നിങ്ങളുടെ മാതാവിനെ കണ്ടാൽ പോലും പ്രിയപ്പെട്ട മാതാവാണെന്ന് തോന്നില്ല. പെങ്ങളെ കണ്ടാൽ പെങ്ങളാണെന്ന് തോന്നില്ല. ആ കള്ളം, കഞ്ചാവും, അതുപോലെ ചൂതാട്ടവും എല്ലാം തന്നെ റിജ്സും മിൻ അമലി ശൈത്വാൻ, ശൈത്താന്റെ മാർഗമാണ്, ശൈത്താന്റെ മാലിന്യമാണ്. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഒഴിവാക്കാൻ കഴിയോ? അതിനെ അവിടെ നിന്ന് നിരോധിക്കാൻ കഴിയോ? അതിനെ അവിടെ നിന്ന് പുറങ്കാല് കൊണ്ട് ദൂരേക്ക് വലിച്ചെറിയാൻ കഴിയോ? അത് എന്തിനു വേണ്ടിയാ? ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാ. നിങ്ങൾ അവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടിയാ. കേവലം അവിടെ നിന്ന് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയല്ല, ദുനിയാവിൽ വിജയിക്കാൻ വേണ്ടിയാ. ദുനിയാവിലും വിജയം വേണം, പരലോകത്ത് പടച്ചവന്റെ മുമ്പിലും വിജയം വേണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളിനെ പടച്ച തമ്പുരാൻ അവിടെ നിന്ന് ഹറാമാക്കിയത് ഈ ഒരൊറ്റ ദുആയുടെ പേരിലാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ബയാനൻ ശാഫിയാ